നമസ്കാരം. മാസങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശിൽ മഹാകുംഭമേള നടന്ന പട്ടണമാണ് പ്രയാഗ്രാജ്. പ്രയാഗ്രാജ് എന്നൊരു വലിയ പട്ടണമാണ്. ആ പട്ടണം വികസനത്തിന്റെ പാതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പട്ടണമാണ്. എന്നാൽ ഈ പ്രയാഗ്രാജിൽ അനധികൃതമായി രാജ്യത്ത് കുടിയേറി പാർക്കുന്ന ബംഗ്ലാദേശികളും രോഹിംഗ്യകളും മറ്റ് ചില അനധികൃത വിദേശികളുമെല്ലാം താമസിക്കുന്നു, വ്യാപകമായി താമസിക്കുന്നു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വലിയ പരിശോധനയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശ് സർക്കാർ. അതായത് പ്രയാഗ്രാജിൽ ഓരോ വീടുകൾ തോറും കയറിയിറങ്ങി ഇപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുകയാണ്. അനധികൃതമായി രാജ്യത്തിനകത്തേക്ക് കടന്നിട്ടുള്ളവർ പ്രയാഗ്രാജിൽ വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും അവിടെ ചില ഭീകര സംഘടനകൾ അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും അയോധ്യ അടക്കമുള്ള ക്ഷേത്രങ്ങൾക്ക് ഇത് ഭീഷണിയാണ് എന്നുമാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് അനധികൃതമായി ആ പട്ടണത്തിൽ താമസിക്കുന്നവരെ സുരക്ഷാ കാരണങ്ങളാൽ കണ്ടെത്തി പുറത്താക്കാനുള്ള തീരുമാനം ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഒരു സെർച്ചിങ് ടീമിനെ സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. ഈ സെർച്ചിങ് ടീമിനുള്ളിൽ പോലീസുകാരും അതുപോലെ തന്നെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമുണ്ട്. ACPയുടെയും DCPയുടെയും നേതൃത്വത്തിലാണ് പ്രയാഗ്രാജിൽ ഇങ്ങനെ ഒരു പരിശോധന നടക്കുന്നത്. ആയിരക്കണക്കിന് അനധികൃത ബംഗ്ലാദേശികളും രോഹിംഗ്യകളും നഗരത്തിലെത്തിയിട്ടുണ്ട് എന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വലിയ ഒരു സെർച്ചിങ് ഓപ്പറേഷൻ നടക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇത്തരമൊരു നടപടി അസാധാരണമാണ്. അങ്ങനെയുള്ള ഒരു പരിശോധനയാണ്, നഗരത്തെ ക്ലീൻ ആക്കുന്നതിന് വേണ്ടി അങ്ങനെയുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്താകമാനം അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശികളെ കണ്ടെത്തി അവരെ നാട് കടത്താനുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. 2024 മുതൽ തന്നെ അതിൻ്റെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീണതോടുകൂടി അതിന് ഗതിവേഗം കൈവരികയായിരുന്നു. നമുക്കറിയാം, പശ്ചിമ ബംഗാൾ അതുപോലെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ വഴി കഴിഞ്ഞ കുറേ കാലങ്ങളായി അനധികൃത ബംഗ്ലാദേശികൾ അകത്തേക്ക് കടക്കുന്നുണ്ട്. ഈ ബംഗ്ലാദേശികൾ അന്യസംസ്ഥാന തൊഴിലാളികളോടൊപ്പം ചേരുകയും ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രയാഗ്രാജിൽ ഒരു വലിയ വിഭാഗം ജനങ്ങൾ അത് ഈ പറയുന്നത് പോലെ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. ബംഗാളിൽ നിന്നുള്ള അതുപോലെ തന്നെ അസമിൽ നിന്നുള്ള ധാരാളം തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇവരുടെ ഇടയിലാണ് ഈ അനധികൃതമായി രാജ്യത്തിനകത്തേക്ക് കടന്ന രോഹിംഗ്യകളും ബംഗ്ലാദേശികളും താമസിക്കുന്നത് എന്നാണ് വിവരം. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വലിയ പരിശോധന പ്രയാഗ്രാജിൽ നടക്കുന്നത്. ഈ പരിശോധനയിലൂടെ കണ്ടെത്തുന്ന ആളുകളെ പാർപ്പിക്കാനായിട്ടുള്ള ഒരു വലിയ ഡീറ്റൻഷൻ സെന്ററും ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. അവിടെ ഇവരെ താൽക്കാലികമായി പാർപ്പിച്ച ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.